അപ്പച്ചി, നിങ്ങളുടെ കല്യാണം ഇന്നൊന്നും നടത്താൻ പ്ലാനൊന്നും ഇല്ലേ നിങ്ങക്ക്? കല്യാണം അതിന്റെ സമയത്തിന് നടക്കും കേട്ടാ. എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള സമയമുണ്ട്. അപ്പൊ അങ്ങ് നടന്നോളും. നീ രാമനോട് സംസാരിച്ച അവന്റെ തീരുമാനം എന്താണ്? ഉടനെ വല്ല കല്യാണം നടത്തണമല്ലോ പറഞ്ഞോ? രാമേട്ടൻ വേണമെങ്കിൽ ഇപ്പൊ വേണമെങ്കിലും കല്യാണം കഴിക്കും. ഞാനാണ് പറഞ്ഞത് ഇപ്പൊ വേണ്ടെന്ന്. അതൊന്നും ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞ ഇപ്പൊ തന്നെ നിങ്ങൾ രണ്ടുപേരും കല്യാണ പ്രായം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇനി എപ്പോ? അങ്ങനെ പ്രായവും ജാതകവും ഒക്കെ നോക്കി കല്യാണം കഴിച്ചവരെന്തായാലും ഡിവോഴ്സ് ആയി വീട്ടിൽ ഇരിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നുമില്ല. എടി, എന്റെ ജീവിതത്തിലെ ഞാൻ അനുഭവിക്കാത്ത കുറെ സന്തോഷങ്ങളുണ്ട്. എനിക്ക് കുറച്ച് ട്രാവലൊക്കെ നടത്തി നല്ല ആഹാരമൊക്കെ കഴിച്ച് ഒന്ന് അടിച്ചു പൊളിക്കണം, കുറെ ഓർമ്മ ഉണ്ടാക്കണം, കല്യാണം കഴിക്കണം. നാളെ ഒരു രസം വരുള്ളൂ. നല്ല രസം തന്നെ. ഓർമ്മ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിങ്ങനെ നാട് വിട്ട് നടന്നാലേ നാട്ടുകാർ വായോടിച്ച് മിണ്ടായിക്കില്ല, അറിയാമോ? ആണോ? നാട്ടുകാരുടെ ചെലവിലാണ് ഞാൻ ജീവിക്കുന്നത്? അല്ലല്ല, ഞാൻ എന്റെ ചെലവിലല്ലേ ജീവിക്കുന്നത്. അപ്പൊ എന്റെ ഇഷ്ടത്തിന് ഇതേപോലെയൊക്കെ നടത്തി സമാധാനത്തിൽ കല്യാണം കഴിച്ചോളാം. അച്ഛന്റെ നാവടഞ്ഞു. അച്ഛന്റെ നാവടക്കാനാണല്ലോ മക്കളും ഇങ്ങനെ ഒരു പെങ്ങളും. താന് വണ്ടി ഇവിടെ ഇട്ടേക്ക്, ആവശ്യം എന്തെങ്കിലും വരും. കുഴപ്പമില്ല കുഴപ്പമില്ല, ഇവിടെ ഇട്ടിരുന്നാ മതി. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പൊയ്ക്കോളാം. അവരുടെ മോളിൽ വെയിറ്റ് ചെയ്യാം. അപ്പൊ ശരി, ഓക്കെ, ബൈ. പാറവിള വീട്ടില് വൺ മിസ്റ്റർ രവീന്ദ്രന്റെ വീടല്ലേ ഇത്? അതെ. ആരാ മനസ്സിലായില്ല? ഓ, ഞാൻ ഗോപിക, ഗോപിക ഫ്രം ദുബായ്. ഓ, ആന്റി എന്താ ഇവിടെ? ഹൂ ആന്റി? എന്നെയാണോ ആന്റി എന്ന് വിളിച്ചത്? അതെ, ഞാൻ ഗോപിക. അല്ല, ഗോവയ്ക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ റാമിനെ കാണാനും പിന്നെ കല്യാണത്തിന്റെ കാര്യത്തിനും കൂടി വേണ്ടി വന്നതാണ്. രാമങ്ങളുടെ കല്യാണം കൂടെ വന്നേ? എക്സ്ക്യൂസ് മീ, കല്യാണം കൂടാൻ വന്നതല്ല, എന്റെയും റാമിന്റെയും കല്യാണ കാര്യത്തിന് വന്നതാണ്. എന്താ എന്താ പറഞ്ഞ മനസ്സിലായില്ല? അത് റാം പറഞ്ഞു തരും. ഓക്കെ, ഞാനപ്പോ ഒന്ന് റാമിനെ കണ്ടിട്ടെ. എവിടെ പോണു? എങ്ങോട്ടേറെ പോണു? ചേച്ചി ഏതായിരുന്നു? ഞാൻ ചിന്നു, രാമിന്റെ. ഓ, റാമിന്റെ എക്സ് ഗേൾ ഫ്രണ്ട് അല്ലേ? റാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ റാമിനോട് അങ്ങനെ ചെയ്യണ്ടായിരുന്നു. റിയലി ബാഡ്, സീരിയസ്ലി ഇറ്റ്സ് ബാഡോ. പക്ഷെ കുഴപ്പമില്ല, അതുകൊണ്ടാണല്ലോ എനിക്കിപ്പോ റാമിനെ കിട്ടിയത്. സോ താങ്ക് യു. അപ്പൊ ഞാൻ റാമിനെ കണ്ടിട്ട് വരട്ടെ. റാം, കാര്യം ഇത് എന്തൊക്കെയൊക്കെ നടക്കുന്നത്? അവതാരോന്ന് വിഷമിക്കാതെ. റാം, റാം, റാം. ഹായ് മണിക്കുട്ടി. ഹലോ, ആരാ? ഞാൻ ഗോപിക, റാമിന്റെ ഫ്രണ്ടാ. റാമില്ലേ ഇവിടെ? ഒന്ന് വിളിക്കോ? റാം അല്ല, രാമ. രാം, ഏതൊരു പെങ്കൊച്ചു കാണാൻ വന്നേക്കുന്നു. രാമ, രാമ, എന്താ നീ കൂടെ എന്നാ ഇറങ്ങി വന്നേ? ഇങ്ങോട്ട് വന്നേ. പണി കാണിച്ച ഒന്നും പറയണ മുങ്ങി കളഞ്ഞില്ലേ? റാം തന്നെ. എന്ത് പണിയാ റാം കാണിച്ചത്? റാം എല്ലാരും ഫ്രണ്ടിൽ വെച്ച് ഇങ്ങനെ ചോദിക്കുന്ന എന്തിനാ? പറഞ്ഞു കൊടുക്ക് ഞാൻ ആരാന്ന്. നീ ആരോ രാമ, എന്തോന്ന് ഇത്? ആര്? എടാ, എന്തൊക്കെയാ അതിന്റെ അർത്ഥം? എന്തൊക്കെ അർത്ഥം വെച്ചാൽ എനിക്കെങ്ങനെ അറിയാം? അവളെ ചോദിക്കണം. രാമേട്ടാ, കൂടുതൽ കിടന്ന് ഉരുണ്ട് കളിക്കല്ലേ. പറ, ആരാ? ഞാൻ തോന്നുന്നു കളിച്ചു, നീ അവളെ ചോദിച്ചോടി. ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു, ഇനി നിങ്ങൾ പറ, ആരാന്ന് പറ. എനിക്ക് അറിഞ്ഞൂടാ. റാം,
ഡീറ്റെയിൽ ആയി പറഞ്ഞു കൊടുക്കുക ഞാൻ ആരാന്നുള്ളത്. രാമന്റെ റൂം മേളല്ലേ, അപ്പൊ ഞാൻ അവിടെ കാണുവേ. ഹലോ ഹലോ ഹലോ, ഇങ്ങോട്ട് കയറി പോന്ന്. ഒരു വീട്ടിൽ കയറി വന്ന എങ്ങനെയാണ് അവര് പറഞ്ഞേ? പിന്നെല്ലോ ദേ വീട്ടിൽ വന്ന അതിഥികളുടെ അടുത്ത് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ചിന്നു എടുത്തെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് എങ്ങനെയാ പെരുമാറണ്ടെന്നുള്ളത്. ഞാൻ വേണ്ട കാണുവേ, മാറിക്ക്. എവിടുന്ന് കയറി വന്നോ ഈ പെണ്ണ്? നിങ്ങളെല്ലാം കൂടെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന ഞാൻ തോന്നിയത് എനിക്ക് അറിഞ്ഞൂടാ. അങ്കിളെ ആരാ അത്? എന്നാ കാമുകി? സമ്മതിച്ചല്ലോ, സമ്മതിച്ചല്ലോ കാമുകിയാന്ന്. എടി, എന്തുവാടി? ജിനു, എടാ, അപ്പൊ നിന്റെ മനസ്സിൽ ഇത്രയും നാൾ അവളാണെന്ന് പറഞ്ഞല്ലേ കള്ളമാണല്ലേ? കള്ളോ? ഞാൻ ഒരു കാര്യം പറയാം, ഇനി അവളെ കടിച്ചേരില്ല. അണ്ണ അവരെ ചക്ക കുത്തനെ വർത്താനം പറയലടാ. അണ്ണ എന്തോന്നാ ഈ പറയണത്? മണി, എന്റെ പെങ്ങളെ ഇനി ഞാൻ ഇവനെ കടിച്ചു കൊടുക്കൂല. ഓടാ ഓടാ. അങ്കിളെ, ഇങ്ങനെ ഒരു കാമുക ഉണ്ടായിരുന്നു, ഞങ്ങളോട് ഒരു വാക്ക് പറയാൻ തോന്നിയാ? കഷ്ടമുണ്ട് കേട്ടാ. അങ്കിളെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് അങ്കിളിനെ വിശ്വാസമാണ്. പറയടി പങ്ക, എന്ത്? അങ്കിളെ നോക്ക്, സത്യം പറ, അതാരാണ്? ഇതല്ലേ ഒരു ഇത്ര പേര് ചോദിച്ചോണ്ടിരുന്നത്, നീ അത് വീട്ടിൽ ചോദിക്കണം. എന്നിട്ട് ഉത്തരം കിട്ടിയില്ലല്ലോ. ഉത്തരം അറിയാമെങ്കിൽ ഞാൻ പറയും, എനിക്ക് അറിഞ്ഞുകൂടടി, എനിക്ക് അറിഞ്ഞുകൂടാ. നിന്നെ എല്ലാ കാര്യത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്യണതല്ലേ? ഓ അപ്പൊ എന്നോട് ഈ ചേട്ടത്തോട് നീ കാര്യം പറ. എനിക്ക് അറിഞ്ഞുകൂടാ അതാരെന്ന്. അമ്മ, ഗോപികയ്ക്ക് ഒരു ഗ്ലാസ് ലൈം ജ്യൂസ് വേണോന്ന്, അതും ഉപ്പിട്ട്. അവ ഉപ്പിട്ട് നാരകളുള്ള ഞാൻ കൊടുക്കാം. തോന്നിയായിരുന്നു എനിക്ക്. എന്തോന്നമ്മാ? എടി കൊച്ചെ, നിന്റെ അഭിനയം കൊള്ളാം, പക്ഷെ അത് ഈ രാമണ്ണോട് വേണ്ട കേട്ടോ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. എനിക്ക് വേറൊരു മോഹമുണ്ട്, എന്നെ വെറുതെ എടുപ്പിക്കരുത്. ആ മുഖേ ഞാൻ വലിച്ചങ്ങ് കീറും. എടി, അതിന് മുമ്പേ നിന്നെ ഞാൻ വലിച്ചു കയറോടി. എടി, നീ ആരും, നീ എവിടെ നിന്നോ നിന്റെ ഉദ്ദേശം തോന്നി? ഞാൻ ഗോപിക, ദുബായിൽ നിന്നു റാമിനെ കല്യാണം കഴിക്കാൻ. എന്റെ പൊന്നു കൊച്ചെ, ആ ചിന്നുമായിട്ടുള്ള കല്യാണം ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ വരെ എത്തിച്ചെന്റെ പാട് എനിക്ക് പൊന്നു തമ്പരാനെ മാത്രമേ അറിയാവൂ. നീ എത്ര പെട്ടെന്ന് ഇവിടെ സ്ഥലം കാലിയാക്ക്. റാമിനെ വിട്ട് ഞാൻ എങ്ങോട്ടേക്കും പോകുന്നില്ല. ചിന്നുവിനെക്കാട്ടും എത്രയോ നല്ലതല്ല ഞാൻ, സൗന്ദര്യത്തിലാണെങ്കിലും പൈസയിലാണെങ്കിലും. എന്നും പറഞ്ഞു നീ ചിന്നു അല്ലല്ല. നീ കൈവിട്. നീ ചിന്നു അല്ല, പക്ഷെ ഞാനല്ലോ പെർഫെക്റ്റ്. ഇതിന് കൈ വിട്ട, ഇതിന് കൈ വിട്ട, കൈ വിട്ട പിടി, എന്ത് നല്ലോണം പിടി. ഇതിപ്പോ എവിടെ പോണ്? ഞാൻ എന്റെ ബാഗ് എടുക്കാൻ വന്നതാണ്. എന്റെ ചിന്നു, നീ എവിടെ പോണ്? നീ ബാഗ് ഒന്നും എടുക്കണ്ട. ഞാൻ ഇവിടെ കണ്ടേല്ലേ, ഞാൻ കണ്ടേല്ലേ എന്താ സംഭവം. അയ്യോ, കണ്ട ഞാൻ ഒന്നും, എനിക്ക് ഈ കൊച്ചാരെന്ന് അറിഞ്ഞൂടെ ചിന്നു. എന്നാ നന്നായിട്ടൊന്ന് പരിചയപ്പെട്ടാ മതി. ഇതാ എനിക്ക് പറയാനുള്ള എല്ലാം ഈ കത്തിലുണ്ട്. ഡീറ്റെയിൽ ആയിട്ടിരുന്ന് വായിച്ചു ചോദിക്കും. നന്നായിട്ട് വിശക്കണം. ഞാൻ താഴ്ത്തിക്കുന്നു. ഈശ്വര ഭഗവാനെ, ഈ വീട്ടിൽ ആണുങ്ങൾക്ക് ഒരു വിലയില്ലേ? ഒരു പെണ്ണു പോലെ എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കൂ. രാമന്റെ ജീവിതത്തിൽ ഗോപികയ്ക്കുള്ള സ്ഥാനം എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ ഗോപിക ജീവിക്കുന്നത് തന്നെ രാമന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കല്യാണം ഉടനെ ഉണ്ടാകണം. ഒത്തിരി ആഗ്രഹിക്കുന്നു ഞാൻ. ഒത്തിരി സ്നേഹത്തോടെ രാമന്റെ സ്വന്തം ഗോപി ഉണ്ടയാണ് ഉണ്ട. അങ്ങനെ ചിന്നു, നീ എവിടെ പോണു? ഞാൻ ഈ വീട്ടിൽ ഇനി അധികം പറ്റാണല്ലോ, ഞാൻ പോണു. അത് നീ ഒന്ന് തീരുമാനിച്ചാ മതിയോ? അപ്പച്ചി, കാര്യം എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് പോയാ പോരെ? അറിഞ്ഞായിരുന്നു, കണ്ടു ഞാൻ. അയ്യോ, ചിന്നുതിരായിട്ട് പോയില്ലേ? ചിന്നു, നീ എങ്ങും പോണില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടായിട്ട് ഇനി ബാക്കി കയറുള്ളൂ. മോളെ, അപ്പച്ചിയുടെ ബാഗ് വാങ്ങിച്ചുകൊണ്ട് അത് ആഹാ, നീ ഇതുവരെ പോയില്ലേ? നോക്കണ്ട, നിന്റെ അടുത്ത് തന്നെ ചോദിച്ചത്. രാമ, എന്താണ് നിന്റെ ഉദ്ദേശം? എന്താ ഉദ്ദേശം?
അണ്ണാ രാമൻ അന്നും ഇന്നും എന്നും നല്ല ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നു. ഗോപു വല്ലതും കഴിച്ചായിരുന്നോ ഗോപു? ആ ചേട്ടത്തി, ഗോപുവിന് ചിക്കനാണ് ഇഷ്ടം. എന്തായാലും ചേട്ടത്തി സ്പെഷ്യൽ ഉണ്ടാക്കണം. ഗോപു വന്നതല്ലേ, അപ്പം ചിക്കൻ തന്നെ ആയിക്കോട്ടെ അല്ലേ ഗോപു? ആ പിന്നെ ചേട്ടത്തി ഒരു കഴിഞ്ഞു കഴിക്കാൻ എടുത്ത് പോയി. അതുവരെ ഞാനും ഗോപും കുറച്ച് പേഴ്സണലായിട്ട് സംസാരിക്കാം. നമുക്കേ അല്ലേ വേണ്ട പുറത്തിരുന്ന് സംസാരിച്ചാലോ? വാ പുറത്ത് പോണം. തന്നെ ഉണ്ടല്ലോ, നീ കരയണ്ടടി, നമുക്ക് വഴി ഉണ്ടാക്കാം. നീ വിഷമിക്കാതെ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.